ഹലോ. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. നമ്മുടെ സീരീസ് കണ്ടിന്യൂ ചെയ്യും. അതിനു മുമ്പ് ഇന്ന് ഒരു വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് കുട്ടികളായിട്ടുള്ള കോൺവെർസേഷനാണ്. പൊതുവെ നമ്മൾ രാവിലെ അവരോട് എണീക്കാൻ പറയുമ്പോൾ കുറച്ച് ഡ്രാമയൊക്കെ ഉണ്ടാവും അല്ലേ? അപ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ പറയേണ്ടി വരും. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് പറയാൻ നോക്കാം. അപ്പോൾ രാവിലെ കിടന്നുറങ്ങുന്ന കുട്ടിയെടുത്ത് എണീറ്റില്ലേ ഇതുവരെ എന്ന് ചോദിക്കില്ലേ? അതിങ്ങനെ ചോദിക്കുക, സുദർശൻ ആർണ്ട് യു അപ്പ് യെറ്റ്? ഇതുവരെ എഴുന്നേറ്റില്ലേ? ആർണ്ട് യു അപ്പ് യെറ്റ്? അപ്പ് എന്ന് വെച്ചാൽ എഴുന്നേറ്റിരിക്കുന്ന അവസ്ഥ. ഇതുവരെ അതായിട്ടില്ലേ? ആർണ്ട് യു അപ്പ് യെറ്റ്? യെറ്റ് എന്ന് വെച്ചാൽ ഇതുവരെ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ കുട്ടീനെ അടുത്ത് നിന്ന് എണീപ്പിക്കും അല്ലേ? എങ്ങനെ എഴുന്നേപ്പിക്കുക? എണീക്കുക എന്ന് പറയും. ഹേയ് വേക്ക് അപ്പ്, 7 ആയി. ഇറ്റ്സ് ഓൾറെഡി 7. ഹേയ് വേക്ക് അപ്പ്, ഇറ്റ്സ് ഓൾറെഡി 7. അപ്പോൾ ടിപ്പിക്കലായി വീക്കെൻഡ് കഴിഞ്ഞ കുട്ടികൾ പറയാൻ ചാൻസ് ഉള്ള റിപ്ലൈ ആണ്, അതിനിന്ന് ഞായറാഴ്ചയാണ്. എങ്ങനെ പറയാ? ഇവിടെ നോക്കിയല്ലേ പറയാം, അവിടെ നോക്കി പറയണം, മെല്ലെ പറയാം. പക്ഷേ ഇന്ന് ഞായറാഴ്ചയാണല്ലോ. ബട്ട് ഇറ്റ്സ് സൺഡേ ടുഡേ. പക്ഷെ ഇന്ന് ഞായറാഴ്ചയാണല്ലോ. അപ്പൊ ഞാൻ പറയാണ്, അല്ല ഇന്ന് തിങ്കളാഴ്ചയാണ്. നോ, ഇറ്റ്സ് മൺഡേ. ഇന്ന് നിനക്ക് സ്കൂളിൽ പോകണം. യു ഹാവ് ടു ഗോ ടു സ്കൂൾ ടുഡേ. യു ഹാവ് ടു ഗോ ടു സ്കൂൾ ടുഡേ. അപ്പൊ കുട്ടികളെ ടിപ്പിക്കലായി പറയാറുള്ള മറുപടിയാണ്, എനിക്ക് വയ്യ. അങ്ങനെ പറയാ കുട്ടികള് പറയണേ, ഐ ഡോണ്ട് ഫീൽ വെരി വെൽ. ഓക്കെ, അവിടെ നോക്കിയിട്ട് മെല്ലെ, I don't feel very well. ഐ ഡോണ്ട് ഫീൽ വെരി വെൽ വെച്ചാ എനിക്ക് അത്ര സുഖം തോന്നുന്നില്ല. അപ്പൊ നമ്മളെങ്ങനെ ചോദിക്കുക, എന്തു പറ്റി, എന്താ പ്രശ്നം എന്ന് ചോദിക്കലേ? വാട്ട്സ് റോങ്, വാട്ട്സ് റോങ്. അപ്പൊ കുട്ടി പറയാണ്, എനിക്ക് വയറുവേദന ഉണ്ട്. എങ്ങനെ പറയാ? I have a stomach ache. നല്ല ക്ലിയർ ആയിട്ട് പറയാം. I have a stomach ache. ഐ ഹാവ് A stomach ache. എനിക്ക് വയറുവേദനയാണ്. എങ്ങനെ പറയും? I have a stomach ache. ഐ ഹാവ് എ സ്റ്റമക്ക് ഏക്ക്. എനിക്ക് വയറുവേദനയാണ്. എപ്പം മുതല് എന്നാണ് അപ്പൊ നമ്മൾ ചോദിക്കുക അല്ലെ? അപ്പൊ ഉണ്ടാക്കിയ നമ്പറാന്ന് നമുക്കറിയാം. അപ്പൊ നമ്മൾ ചോദിക്കുക എപ്പം മുതല്. അങ്ങനെ ചോദിക്കുക, സിൻസ് വെൻ, സിൻസ് വെൻ. അപ്പൊ അവര് പറയാണ്, ഇന്നലെ രാത്രി മുതല്. സിൻസ് ലാസ്റ്റ് നൈറ്റ്. ഇവിടെ നോക്കല്ലേ, അവിടെ നോക്ക്. Since last night. സിൻസ് ലാസ്റ്റ് നൈറ്റ്. ഇന്നലെ രാത്രി മുതലാണ് സ്റ്റമക്ക് ഏക്ക് പിടിച്ചതെന്ന്. നീ എന്തത് മുന്നേ എൻ്റെ അടുത്ത് പറയാതിരുന്നേ? വൈ ഡിഡ്ന്റ് യു ടെൽ മീ ഏർലിയർ? വൈ ഡിഡ്ന്റ് യു ടെൽ മീ ഏർലിയർ? മുന്നേ എന്താ പറയാതിരുന്നേ? അപ്പൊ കുട്ടി പറയാണ്, രാവിലെ ആവുമ്പോഴേക്കും ശരിയാവുമെന്ന് വിചാരിച്ചു. അപ്പൊ അതെങ്ങനെയാ പറയാ? I thought it would get better by morning. ഐ തോട്ട് ഇറ്റ് വുഡ് ഗെറ്റ് ബെറ്റർ. അതാണ് ഐ തോട്ട് ഇറ്റ് വുഡ് ഗെറ്റ് ബെറ്റർ ബൈ മോർണിംഗ്. രാവിലെ ആവുമ്പോഴേക്കും ശരിയാവുമെന്ന് വിചാരിച്ചു. അപ്പൊ നമ്മള് അമ്മമാര് ടിപ്പിക്കലി പറയുന്നത് എന്താ? അങ്ങനെയാണോ, നമുക്ക് ഡോക്ടറെ കാണാം, അതിൽ ഇഞ്ചക്ഷൻ തരുമ്പോൾ ശരിയായിക്കോളും. എങ്ങനെ പറയും? ഓക്കെ ദെൻ ഷാൽ വി ഗോ ടു ദ ഡോക്ടർ? മേ ബി യു വിൽ നീഡ് എൻ ഇഞ്ചക്ഷൻ. എന്നുവെച്ചാൽ ഒരു പക്ഷേ, മേ ബി ഒരു ഇഞ്ചക്ഷൻ വേണ്ടി വന്നേക്കാം. യു നീഡ് ആൻ ഇഞ്ചക്ഷൻ. അപ്പൊ കുട്ടി പറയാണ്, ഏയ് അതൊന്നും വേണ്ടി വരില്ല, വീട്ടിലിരുന്ന് റെസ്റ്റ് എടുത്താൽ മതി, മാറിക്കോളും. എങ്ങനെ പറയും? ഐ തിങ്ക് I suggest സ്റ്റേ ഹോം ആൻഡ് റെസ്റ്റ്. just stay home and rest. കണ്ടിന്യൂസ് ആയിട്ട് പറയൂ. ഐ തിങ്ക് ഐ ഷുഡ് ജസ്റ്റ് I think I should just stay home and rest. ഐ തിങ്ക് ഐ ഷുഡ് ജസ്റ്റ് സ്റ്റേ ഹോം ആൻഡ് റെസ്റ്റ്. എനിക്ക് തോന്നുന്നത് ഞാൻ വീട്ടിൽ നിന്നിട്ട് റെസ്റ്റ് എടുത്താൽ മതി എന്നാണ്. ഐ തിങ്ക് ഐ ഷുഡ് ജസ്റ്റ് സ്റ്റേ ഹോം. ജസ്റ്റ് വീട്ടിൽ നിൽക്കുക ആൻഡ് റെസ്റ്റ് എടുക്കുക. അപ്പൊ നമ്മൾ എന്താ പറയാ? എന്തെങ്കിലും സീരിയസ് ആയിരിക്കാം, ആർക്കറിയാലേ? ഐ തിങ്ക് ഇറ്റ് മൈറ്റ് ബി സംതിങ് സീരിയസ്. എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും ആയാലോ? സാധ്യതയുണ്ട്. ഐ തിങ്ക് ഇറ്റ് മൈറ്റ് ബി, ചിലപ്പോൾ അങ്ങനെ ആവാം. ഇറ്റ് മൈറ്റ് ബി സംതിങ് സീരിയസ്. നമുക്ക് ഡോക്ടറെ അടുത്ത് പോവാം. വാ, വേം വാ. ലെറ്റ്സ് ഗോ ടു ദ ഡോക്ടർ. നമുക്ക് ഡോക്ടറെ അടുത്ത് പോവാം. ലെറ്റ്സ് ഗോ ടു ദ ഡോക്ടർ. വാ വേഗം. കം ഓൺ, ഹറി അപ്പ്. ലെറ്റ്സ് ഗോ ടു ദ ഡോക്ടർ. കം ഓൺ, ഹറി അപ്പ്. Let's go to the doctor. നീ പറയണ്ട, ഞാൻ പറഞ്ഞു നിന്റെ അടുത്ത്. അപ്പൊ കുട്ടികൾ എന്താ പറയാ? ഓ ഇപ്പൊ ശരിയായി. അതിന് പറയാ, ഐ ഫീൽ ബെറ്റർ നൗ. Oh, I feel better now. You feel better now? Yes. Are you really better now? Yes. You feel totally okay? Yes. Okay. അപ്പോൾ അസുഖം മാറി. അപ്പൊ ഞാൻ പറഞ്ഞു, അത് നന്നായി, ദാറ്റ്സ് ഗുഡ്. ഇനിയിപ്പോൾ എന്താ വേണ്ടേ? പല്ല് തേച്ച് റെഡി ആവണം അല്ലേ? ഗോ ബ്രഷ് യുവർ ടീത്ത്. പല്ല് തേക്കി പോയിട്ട് ഗോ ബ്രഷ് യുവർ ടീത്ത് ആൻഡ് ഗെറ്റ് റെഡി ഫോർ സ്കൂൾ. സ്കൂളിലേക്ക് പോകാൻ വേണ്ടി റെഡി ആവൂ. ബ്രഷ് യുവർ ടീത്ത് ആൻഡ് ഗെറ്റ് റെഡി ഫോർ സ്കൂൾ. അപ്പൊ കുട്ടി ചോദിക്കാണ്, പിന്നെ ബാഗ് ഉണ്ടോ? എങ്ങനെ ചോദിക്കും?
Have you seen my bag? Okay. Have you seen my bag? Have you seen my bag? എൻ്റെ ബാഗ് കണ്ടിട്ടുണ്ടോ? വെള്ളിയാഴ്ച എവിടെയെങ്കിലും കൊണ്ട് ഡംപ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ ആള് എന്നെ അന്വേഷിച്ച് കിടക്കാം തിങ്കളാഴ്ച രാവിലെ അല്ലേ? അപ്പൊ എന്താ പറയാ? Have you seen my bag? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമ്മളെന്താ ചോദിക്കുക? വെള്ളിയാഴ്ച എവിടെ ഇട്ടത് എന്ന് ചോദിക്കില്ലേ? Where did you put it on Friday? ഫ്രൈഡേ അത് എവിടെ ഇട്ടത്? Where did you put it on Friday? അപ്പൊ കുട്ടി പറയാണ് ഞാൻ ടേബിളിന്റെ മുകളിൽ വെച്ചിരുന്നു, അപ്പൊ ഇത് കാണാനില്ല. എങ്ങനെ പറയാ? നീ പറയേണ്ടത് I left it on the table but I can't find it there. Okay? I left it on the table, but I cannot find it there. Wow, once more. I left it on the table, but I cannot find it there. Oh, did you leave it on the table? No. നീ പറഞ്ഞു യെസ് അല്ലേ? Okay, so he left it on the table, but he's not able to find it there. Did you leave it on the table? No. Yes, അല്ലേ? You left it on the table. Did you leave it? Did you leave it on the table? Yes. Are you sure? Yes. ടേബിളിന്റെ മുകളിൽ ഇട്ടിട്ട് തന്നെ പറയണേ. നോക്കാം. അപ്പൊ ഞാൻ പറയാണ് നമുക്കറിയാം അത് എവിടെ ഉണ്ടാവും? നിലത്ത് അല്ലേ? അങ്ങ് വന്നാൽ വലിച്ചെറിഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് വരിക. അപ്പൊ എവിടെ ഉണ്ടാവുക? നിലത്ത് നോക്കിയോന്ന് ചോദിക്കാം. ചെക്ക് ദ ഫ്ലോർ. ചെക്ക് ദ ഫ്ലോർ. നിലത്തുണ്ടോ നോക്കിയേ. ചെക്ക് ദ ഫ്ലോർ. അവിടെ ഉണ്ടാവും. അപ്പൊ അതെ ഉണ്ട് എന്ന് പറയും. എങ്ങനെ പറയാ? There it is. There it is. There it is. There it is. There it is എന്ന് പറഞ്ഞാൽ ദേ അവിടെ ഉണ്ടത്. There it is. There it is. There it is. Very good. അപ്പൊ ഞാൻ പറയാണ് നോട്ട്ബുക്സും ലഞ്ച് ബോക്സും ഒന്നും പാക്ക് ചെയ്യാൻ മറക്കരുതേ. എങ്ങനെ പറയും? ഉറക്കം വരുന്നുണ്ടോ? വിചാരിച്ചോ വീഡിയോ ഷൂട്ടിന് എളുപ്പമാണെന്ന്? എല്ലാ ദിവസവും എൻ്റെ അടുത്ത് പറയും മമ്മ എനിക്കും വേണം ബൈക്ക് എനിക്കും വേണം. ബൈക്കിനുള്ള ആഗ്രഹമാണ് കേട്ടോ, ബൈക്കിൽ ഇങ്ങനെ പിടിക്കണമെന്ന്. ഞാൻ കൊടുത്തില്ല മൈക്ക്. ഇപ്പൊ പിന്നെ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കില്ല. അപ്പൊ പിന്നെ സന്തോഷമായില്ലേ? ഹൗ ഇസ് ഇറ്റ് വീഡിയോ ഷൂട്ടിംഗ് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? ഹൗ ഇസ് ദ ഷൂട്ടിംഗ് എക്സ്പീരിയൻസ്? Good. Did you like it? Yes. Do you want to do it more often? Yes. Are you sure? Yes. I see you yawning. No. I saw it. No. അവരോട് ചോദിച്ചേക്കാം, അവർ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ ചെയ്യണത്. കള്ളം പറഞ്ഞ ക്യാമറയിൽ റെക്കോർഡ് ആവും കേട്ടോ. അയ്യോ. അപ്പൊ പറയാണ് ലഞ്ച് ബോക്സും അപ്പൊ നമ്മൾ പറയാണ് ലഞ്ച് ബോക്സും നോട്ട് ബുക്സ് ഒന്നും പാക്ക് ചെയ്യാൻ മറക്കരുത്. ഡോണ്ട് ഫൊർഗെറ്റ് ടു പാക്ക് യുവർ നോട്ട് ബുക്സ് ആൻഡ് ലഞ്ച് ബോക്സ്. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടി എന്താ പറയാ? ചെയ്തു. ഞാൻ ചെയ്തു. ഡൺ. എന്തെങ്കിലും ആൾക്കാർ ചെയ്യാൻ പറഞ്ഞാൽ ചെയ്തു എന്ന് പറയുന്നതിനെ പറയാ ഡൺ. നേരെ ഇരിക്ക്. എന്തെങ്കിലുമൊക്കെ നമ്മൾ ആരോടെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്തു എന്ന് പറയാൻ ഡൺ. അപ്പൊ നമ്മൾ പറയണം ഓക്കെ നന്നായി, ഗുഡ്, വേഗം ചെയ്യ്, ഇല്ലെങ്കിൽ നീ ലേറ്റ് ആവും. ഹറി അപ്പ്. വേഗം ചെയ്യാൻ പറഞ്ഞ ഹറി അപ്പ് ഓർ യു വിൽ ബി ലേറ്റ്. എങ്ങനെ പറയാ? Hurry up or you'll be late. വിൽ യു ബി ലേറ്റ് ടു സ്കൂൾ? No. അപ്പൊ ഇനി ചോദിച്ചേക്കാം, സ്കൂളിലേക്ക് നേരത്തെ പോകുന്നതാണോ ലേറ്റ് ആയി പോകുന്നതാണോ ഇഷ്ടം? ഡു യു ലൈക്ക് ഗോയിങ് ടു സ്കൂൾ ഏർലി ഓർ ലേറ്റ്? Early. ഹൗ ഏർലി? എത്ര നേരത്തെ? ഹൗ ഏർലി? 1 o'clock. You want to go to school at 1 o'clock? Yes. In the morning? Yes. Like after midnight? Yeah. Why? What did you say once more? I can tell you once more. Look, so you are at school at midnight, okay? At 12 a.m. At midnight. Yes. And what do you want to do there? എന്താ അവിടെ ചെയ്യാൻ ആഗ്രഹം? I want to do what I like. You want to do what you like to do. ചെയ്യാൻ ഇഷ്ടമുള്ളതാണ് ചെയ്യാൻ ആഗ്രഹം. What are those things? അതെന്താ? I want to just make many pictures and keep it on the wall, and when they come they'll say, where's the pictures? Oh, ചുമരിൽ കുറെ പിക്ചേഴ്സ് വെച്ചിട്ട് when they come, when the teachers arrive, Yeah. they should be surprised, right? Yeah, I'll make many pictures about Minecraft things, like of my shirt. That is Minecraft things. ഓക്കെ. അപ്പം ഇത് എന്താണെന്ന് വെച്ചാൽ മൈൻക്രാഫ്റ്റ് എന്ന് പറഞ്ഞൊരു ഗെയിം ഉണ്ട്. അതിലെ കുറേ പിക്ചേഴ്സ് വരച്ച് വെച്ചിട്ട് ആൾക്കാരൊക്കെ ഞെട്ടിക്കാൻ വേണ്ടിയിട്ടാണ് അർദ്ധരാത്രി അവിടെ പോകാൻ ആഗ്രഹം. കൊള്ളാം. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. കുട്ടികൾ കുറുമ്പ് കാണിക്കുമ്പോൾ സ്കൂളിലേക്കൊക്കെ പോകാൻ ലേറ്റ് ആകുമ്പം ഉപയോഗിക്കാൻ പറ്റിയ കുറേ സെൻറ്റൻസസ് ആണ് ഇന്ന് പഠിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു.
ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വീഡിയോസിൽ പ്രത്യക്ഷപ്പെടുന്ന ആളാണ്. എല്ലാപ്പോഴൊക്കെ ഞാനിങ്ങനെ വീഡിയോ ചെയ്യുമ്പം എൻ്റെ അടുത്ത് പറയും എനിക്കും കൂടി ചേരണമെന്ന്. അപ്പം അങ്ങനെ ചില ദിവസങ്ങളിൽ വീഡിയോ ഷൂട്ടിങ്ങേ നടക്കാറില്ല. പിന്നെ ഇന്ന് ഞാൻ വിചാരിച്ചു ഇവനും കൂടെ പറ്റിയ കുട്ടികളെ സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്തി ഒരു വീഡിയോ ചെയ്യാമെന്ന്. ഇഷ്ടപ്പെട്ടോ? Did you enjoy this video? Can I talk about something? Yeah. Who wants to come in? Who wants to how to call this? Who wants to come in this course? Do you want a kid who makes also courses with you like this course? അങ്ങനെയല്ല. Do you if you want to join ഞാൻ പറഞ്ഞ അപ്പം മമ്മയുടെ കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇമെയിൽ അയക്കാൻ പറയോ? If you want to say something, then say it on email. എന്തെങ്കിലും പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇമെയിൽ പറഞ്ഞോളൂ. അങ്ങനെ എന്തെങ്കിലും പറയാനല്ല, കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ. ഇഫ് യു വുഡ് ലൈക്ക് ടു ജോയിൻ മമ്മാസ് കോഴ്സ്, If you would like to join Mama's course, then you can come in Mama's course, you can join mama's course. and you can join Mama's course and come to me with the school. No, they cannot come with you to the school. They have to email me. And what is my email ID? Easy Easy peasy. Not easy peasy. No. Easy English with Winnie. Easy English with Winnie.com. No, .com website at gmail.com. At gmail.com. Gmail അല്ല, Gmail. gmail.com. Easy English. It's difficult another. It's not a tongue twister. Easy English with Winnie at gmail.com. Try. Easy English with Winnie At gmail.com. gmail.com. .com. അപ്പം അത്രയേ ഉള്ളൂ. ബൈ. Bye. Who